Hey guys, welcome back to our channel. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സർപ്രൈസ് ആണ്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ അറിഞ്ഞിട്ടില്ല സംഭവങ്ങളൊന്നും. അമ്മ അറിയാതെ നിങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. 11:56 ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങൾ അച്ഛനെ കൊണ്ട് വാങ്ങിച്ചത്. അപ്പൊ അമ്മ മേലെ തയ്ക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് അമ്മ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാണ്. അപ്പോൾ അമ്മ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. അപ്പോൾ അമ്മി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഡെക്കറേഷൻ ഇങ്ങനെയായി. ഇനി ഇത് ടാപ്പൊന്നും ഒട്ടിക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് കേക്ക് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കേക്ക് എടുക്കാൻ വന്നിരിക്കുകയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കേക്ക്. അപ്പോൾ ഇനി നമുക്കിത് ടേബിളിലും ഇത് കൊണ്ടുവയ്ക്കാം. ടേബിളിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ടേബിളൊന്ന് നമുക്ക് ടേബിൾ മറ്റേ ഡെക്കറേഷൻ ചെയ്ത സംഭവങ്ങളൊക്കെ വേസ്റ്റൊക്കെ മാറ്റാം. അപ്പോൾ ഗൈസ് എന്തായാലും കേക്ക് കൊടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് കേക്ക് തുറക്കാം. അപ്പോൾ അമ്മി ഇവിടെ കേക്ക് തുറക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് കേക്ക് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പിങ്ക് കളറിലുള്ള ഇത് കവറൊക്കെയാണ് കേക്കിന്. അപ്പോൾ ഇതാണ് ഗൈസ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് കേക്കുമ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അമ്മയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും കാര്യങ്ങളറിയാം. അച്ഛനോടും അമ്മമ്മോടും മാമിയോടൊക്കെ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ റെഡിയായി വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് സമയം 12:09 നമുക്ക് പോയി അമ്മേനെ വിളിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അമ്മേനെ വിളിക്കാം. അപ്പോൾ ഗൈസ് എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അമ്മേനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ അമ്മമ്മ ഇതാ ഇപ്പുറത്തെ റൂമിൽ മുടി കെട്ടാനെന്തോ ചെയ്യാണ്. അപ്പോൾ അമ്മമ്മയും കൂടി വന്നിട്ട് അമ്മേനെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വാതിൽ തുറന്ന് നോക്കാം. ലൈറ്റ് ഇട്ടിട്ട് അമ്മ സർപ്രൈസ് ആവൂലെന്ന് നമുക്ക് കാണാം. അമ്മ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എനിക്ക് അയ്യോ അല്ല നടക്ക് തൊട്ടെ കണ്ണൊത്ത് തുറക്കല്ലേ. ഇല്ല നടന്നോ നടക്കേ ഇല്ലെന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. ആ കണ്ണ് ആറ്റിച്ചെടുക്കന്ന് അഞ്ച് കുട്ടിയുടെ എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് അമ്മ റെഡി ആവാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കേക്കും ഇതൊക്കെ ഇവിടെ സെറ്റാണ്. അമ്മിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അമ്മ റെഡിയായി വന്നിട്ടുണ്ട്. തൊപ്പിയും പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കണ്ണാടിയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇടാനുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പിന്നെ വെച്ച് കുത്തണം. അപ്പോൾ അതൊക്കെ ചെയ്യാണ് ഗൈസ്. എന്തായാലും അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ണാട വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് അച്ഛനെയും കൂടി വിളിക്കാൻ ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് അച്ഛനെ വിളിച്ച് സർപ്രൈസ് കൊടുത്തു എന്നൊക്കെ പറയുകയാണ് അമ്മി. അപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുകയാണ്. അങ്ങനെ അച്ഛനെ വിളിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിച്ചു കൊടുക്കുകയാണ് ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday to Reshma. Happy birthday to you. ശരി ഓക്കെ. വെറുതെ കാണിച്ചോ?
ഹലോ ഗൈസ്, അപ്പോൾ ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ്. ഇപ്പോൾ അതേ അമ്പലത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേനാത്ത് ശ്രീ ശിവൻ്റെ അങ്ങനെ എന്തോന്ന് പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതേ കണ്ടോ, ഞങ്ങളിതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അമ്മ അതേ ബാഗ് എടുക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, പിന്നെ അതേ ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു നടപ്പാത പോലെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെയൊക്കെ നടന്ന് വേണം നമുക്ക് പോവാൻ. കണ്ടോ, ദേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം വരിക. അപ്പോൾ ഞങ്ങളിത് ആദ്യമേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഈ മരങ്ങളും പിന്നെ നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഇത് അവിടെ ഒരു പശുക്കൂടുണ്ട് കേട്ടോ. ഇവിടുത്തെ പശുവിൻ്റെ പാല് തന്നെയാണ് എടുക്കാറ് ഈ അമ്പലത്തിൽ. അവിടെ തന്നെ പശുവിനെ വളർത്തുന്നുണ്ട് കേട്ടോ. കുറേ ഒരു 2-3 പശുക്കളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സൂര്യനെയൊക്കെ ഒരു ഓറഞ്ച് നിറത്തിൽ അവിടെ കാണാം. സൂര്യനെ കൃത്യമായിട്ട് കാണാനില്ല. കണ്ടു, ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ നല്ല ഭംഗിയുള്ള ഒരു സൂര്യനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. ഞങ്ങളിതേ അവിടെ കുറിയൊക്കെ വാങ്ങി. അവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെ നമുക്ക് കുറി ഇടാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കുറിയൊക്കെ ഇട്ടത്. കാരണം ഗൈസ് അമ്മ കുറിയൊക്കെ ഇട്ട് ഞാനും കുറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടി തിരിച്ചു. ഇനി നമ്മൾ നമ്മളെ ആര്യങ്കാവ് അമ്പലത്തിലാണ് പോകുന്നത്. ചേനാത്തമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ ആര്യങ്കാവ് അമ്പലം. അവിടെ നല്ല നല്ല ഭംഗിയുള്ള ഒരു പാടാണ് കേട്ടോ ഗൈസ്. അവിടെ കുറേ നമ്മളെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിറയെ മറ്റേ സൂര്യകാന്തി പോലെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുള്ള് ആ ഒരു മഞ്ഞ കളർ, നല്ല ഭംഗിയാണ് ആ റോഡ് കാണാൻ. പിന്നെ ഗൈസ് ഞങ്ങൾ ആര്യങ്കാവ് അമ്പലത്തിലെത്തി തൊഴുകയൊക്കെ ചെയ്തിട്ടു. അപ്പോഴാണ് മനസ്സിലായ അവിടെ ഇന്നാണ് അവിടുത്തെ കൊടിയേറ്റം. 18-ാം തീയതി ആയിരുന്നു കേട്ടോ അവിടുത്തെ പൂരം. അപ്പോൾ ഇന്നാണ് അവിടുത്തെ കൊടിയേറ്റം. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. താലൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കാരണം അവിടെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കണം, അങ്ങനെ ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടുന്ന് ഇങ്ങനെ അവിടെ ഒരു തിരുവുണ്ട്. ആ വഴിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ ചെണ്ട ഒക്കെ ആയിട്ട് ആൾക്കാർ വരികയും താല അതിൻ്റെ പിന്നാലായിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് കണ്ട അവിടെ കൊടി ഇങ്ങനെ ഉയർത്തായിരുന്നു കേട്ടോ. അവിടുത്തെ ആ തിരുമേനി ഉയർത്തിയിട്ട് അവിടെ. അപ്പോൾ ഗായ്സ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തായാലും ബർത്ത്ഡേക്ക് അല്ലേ, നമുക്ക് സദ്യ കഴിക്കണം. അപ്പോൾ സദ്യ കഴിക്കാൻ നമുക്ക് ഇല വേണം. അപ്പോൾ നമ്മൾ ഇല മുറിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ അവിടെ ഒരു പറമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇല മുറിക്കണത്. കുറച്ച് ഇല മതി, നമ്മൾ കുറച്ച് പേരല്ലുള്ളൂ. അതുകൊണ്ട് അമ്മയാണ് ഇല മുറിക്കാൻ വന്നിട്ടുള്ളത്. അമ്മമ്മയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അവിടെ പിന്നിൽ നിൽക്കുന്നുണ്ട് അമ്മമ്മയും. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി ഇല മുറിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് അമ്മ ഇല മുറിച്ച് അമ്മമ്മയുടെ അടുത്ത് കൊടുക്കുകയാണ്. അമ്മയാണ് ഇല മുറിക്കണത്. അമ്മമ്മ പേടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇല മുറിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലും കുറച്ച് ഇലകളുണ്ട്. അപ്പോൾ നമ്മൾ ഇല മുറിച്ച് ഇനി വീട്ടിലേക്ക് നടക്കാം. വീട്ടിൽ കുറച്ചും കൂടി പണികളുണ്ട്. നമുക്ക് ഓരോന്നും ഉണ്ടാക്കാനുണ്ടല്ലോ. സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അമ്മ അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലട പായസമാണ് കേട്ടോ. അപ്പോൾ അവിടെ പാലിളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ്. അമ്മമ്മ അകത്ത് വേറെന്തോ പണി, മാമി വേറെന്തോ പണി, അങ്ങനെ എല്ലാവരും പണിയിലാണ്. അമ്മ പായസം ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതാ ഗൈസ് മാങ്ങച്ചാർ വേണമല്ലോ. അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓലൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മമ്മ, അതാണ് ഇത്. പിന്നെ ഇതാ പയറുപ്പേരി ഉണ്ട് ഗൈസ്, പയറുപ്പേരിയും ഉണ്ട്. പിന്നെ ഇതേ സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാറാണ് നമ്മുടെ കറി ഇന്നത്തെ. പിന്നെ ഗായ്സ് ഇവിടെ അമ്മമ്മ വേറൊരു അടുപ്പത്ത് പുളിയിഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പുളിയിഞ്ചി ഇത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരടുപ്പത്ത് പുളിയിഞ്ചി, അപ്പുറത്ത് അടുപ്പത്തൂടെ പായസം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പായസം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് പായസം. അപ്പോൾ ഗൈസ് പായസം ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് അച്ചാറാണ്, അച്ചാറിട്ടു. സാമ്പാർ ഇവിടെ ഉണ്ട്, ചോറ്, ഓലൻ, പിന്നെ പയറുപ്പേരി ഉണ്ട്, പുളിയിഞ്ചി ഉണ്ടാക്കി. പിന്നെ അടുത്തത് പപ്പടം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്കുള്ളത്. പിന്നെ വെള്ളം അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സദ്യക്ക് ഉള്ള സംഭവങ്ങൾ. പിന്നെ ഇല ഇവിടെ ഉണ്ട്. പിന്നെ അമ്മമ്മ അവിടെ വെയിറ്റ് ചെയ്യണം. എന്തിനാ അറിയുക ഗൈസ്, അമീനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നിരിക്കണം. മാമി അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയിരിക്കുകയാണ് അമ്മ. അപ്പോൾ അവർ വന്നിട്ട് വേണമല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ് അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ വിളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാമിയും അമ്മമ്മയും ഓരോന്നായി വിളമ്പുണ്ട്. അച്ചാറും പുളിയിഞ്ചിയും വിളമ്പിയിട്ടുണ്ട്. ഇപ്പോൾ മാമി എന്താ വിളമ്പണമെന്ന് എനിക്ക് കാണാനില്ല. എന്തോ വിളമ്പുന്നുണ്ട്. പയറുപ്പേരി ഉണ്ട് ഗൈസ്, പയറുപ്പേരിയാണ് വിളമ്പുന്നത്. പിന്നെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിലിടയിൽ അമ്മി എന്തൊക്കെയോ കഥകൾ പറയണ്ടെന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം എല്ലാതും വിളമ്പി. അടുത്തത് കറി വിളമ്പാണ്. സാമ്പാറാണ്. അപ്പോൾ അമ്മമ്മ സാമ്പാർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളക്ക് ഇത് അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാളും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അമ്മ ഇവിടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അമ്മ അവിടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് മാമിയും അമ്മമ്മയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവരും കഴിച്ച് കഴിയാറായിട്ടോ. ഞങ്ങളുടെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറന്നാളുള്ള ആൾ ഇങ്ങനെ കുളത്തിൽ കൊണ്ടുപോയിടാനാണ് ഞങ്ങളിവിടെ. മീനുകളുണ്ട് കേട്ടോ കുളത്തിൽ. അപ്പോൾ അതിന് കൊടുക്കാറുണ്ട് ബർത്ത്ഡേയുടെ അന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേ അന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ അമ്മയും കൊണ്ടുപോയി ഇടുന്നുണ്ട്. അമ്മ വെറുതെ ഇടുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. കുളിക്കാനൊന്നും പറ്റില്ല, അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇടിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു കുളമാണ്. അതിൽ മീനുകളുണ്ട്, വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ കുളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറ് കുറച്ചുണ്ട് ഇലയിൽ. അപ്പോൾ ഇലയും ചോറും കൂടി നമ്മളെ കുളത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാവരുടെയും ബർത്ത്ഡേ അന്ന്. അപ്പോൾ അത് നമുക്കിടാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് കുളം. അപ്പോൾ അമ്മ ഇല ഇട്ടു കേട്ടോ. ഇനി അമ്മ ഇടുകയാണ്. കണ്ടോ കുളം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാണ്. അമ്മ ഇല ഇട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അവൾ ചോറായിട്ട് ഉരുട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ചെറിയ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.